ഹായ്. അങ്ങനെ നമ്മൾ കശ്മീരിലെ ഒരു പുതിയ പുലരി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ രാഷ്ഗാലിലാണ് ഇരിക്കുന്നത്. രാഷ്ഗാലിൽ ഇപ്പം നല്ല തണുപ്പാണ്, ഏകദേശം -6 ഡിഗ്രി തണുപ്പാണ്. ഞാൻ ഇന്നലെ കുറേ ഇവിടുത്തെ വിഷ്വൽസ് എടുത്തില്ലായിരുന്നു. നമ്മളിപ്പം താമസിച്ച വീട്ടിൽ വിഷ്വൽസ് എടുത്തില്ലായിരുന്നു. ഇന്ന് കുറേ എടുക്കുന്നതായിരിക്കും, ചിത്രീകരിക്കുന്നതായിരിക്കും ഇവിടുത്തെ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് കാണാം. വെളിയിലത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതിപ്പോഴാണ് ഞാൻ വിൻഡോ തുറന്നത്. കാരണം ഇത്ര നേരം വരെ നല്ല തണുപ്പാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം 8 മണി അടുത്ത് ആവാറായി, 7 മണി അടുത്ത് ആവാറായി. നല്ല തണുപ്പാണ് ഇപ്പോഴും. ഇപ്പോൾ കണ്ടല്ലേ ആ ഗാർഡൻ്റെ അവിടെ, ഇതവരുടെ ഗാർഡനാണ്. ഇപ്പോൾ നമുക്ക് അവിടെ പോയിരിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് തണുപ്പ്, മഴ, ഇപ്പോൾ ചാറ്റമഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ചായ കുടിക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ രാവിലത്തെ ഒരു ചെറിയ ചായക്ക് വന്നതാണ് ഞാനിവിടെ. ആട്ടുംപാലാണ് ചായ, ഇത് കൂടുതലും ആട്ടുംപാലാണ് ഇവർ ചായക്ക് ഇടുന്നത്. ഇപ്പോൾ ഒരു ചായ ഇടാം. അങ്ങനെ ചായ കുടിച്ച ശേഷം നമുക്ക് താഴെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഇവിടുത്തെ ഒരു പത്രം കാണിച്ചു തരാം. ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 5 രൂപയ്ക്കാണ് ഈ കശ്മീരി ഗ്രേറ്റർ കശ്മീർ പത്രം ലഭിക്കുന്നത്. വളരെ കശ്മീരിൽ മാത്രം ഒരു ന്യൂസുകൾ കാലമാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. വെറും 5 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് ചെല്ലുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിലാണിത് താമസിക്കുന്ന, ഹോം സ്റ്റേ. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിരിക്കുകയാണ്. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല, ബട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റും പാലും കോൺഫ്ലിക്സും പിന്നെ ബട്ടറും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതെന്താ ഓംലെറ്റ് ഉണ്ടല്ലോ, പിന്നെ ചപ്പാത്തി, പുലാവ്, പിന്നെ സാൻഡ്വിച്ച് ഐ തിങ്ക്, പിന്നെ ബ്രെഡ്, സോസുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ലൈറ്റായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എല്ലാ ടൈപ്പ് ജാമും എടുത്തു. അവർ പറഞ്ഞു വളരെ സ്പെഷ്യലാണ്. പിന്നെ എല്ലാം ഒന്നൊന്ന് വെച്ചെടുത്തു, ഓംലെറ്റും പുലാവും ഒക്കെ. ഞാനിത് വോയിസ് ഓവർ ചെയ്യാൻ കാര്യം അന്നത്തെ വോയിസ് ക്ലിയർ ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ടിബറ്റൻ സ്പിരിച്വൽ ലീഡറായിട്ടുള്ള ദലൈലാമ 1959 ഇന്ത്യയിലെത്തി. 1950 ചൈനയെ കൊങ്കർ ചെയ്തപ്പം 1959 ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫറൂഖ് അബ്ദുള്ള പോലുള്ള പല പ്രമുഖ വ്യക്തികളും ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴാണ് അറിയുന്നത്. അതായത് ഞാനിത് കാണിച്ചു തരാം എൻ്റെ ഫോട്ടോസൊക്കെ. ഇത് ഞാനിപ്പം മുകളിലോട്ട് കയറുന്ന ഈ റൂമിലാണ് എന്നോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ പ്രവേശനം ഇല്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. ദലൈലാമ താമസിച്ചെന്ന് പറയുന്നത് ഇവിടെയൊക്കെ ലോക്ക്ഡല്ല, റൂം ലോക്ക്ഡാണ്. അത് എന്നോട് പറഞ്ഞ് തുറക്കല്ലേ. ഇത് എൻ്റെ ജസ്റ്റ് മുകളാണ്. ഇത് കണ്ടില്ലേ, ഇത് വളരെ പഴയൊരു വീടാണ് കേട്ടോ. ഞാനിത് പറയുന്നതായിട്ട് 10-20 വർഷത്തിന് മുകളിൽ, എനിക്ക് തോന്നുന്നു അതിന് മുകളിൽ പഴക്കമാണ്. കാരണം നല്ലോണം കാല് കൊണ്ട് ഉറപ്പിച്ച് ചവിട്ടിയാൽ വേണമെങ്കിൽ മുകളോശം കിട്ടി. എന്നുവെച്ചാൽ കോസ്റ്റിനൊന്നും അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല, റെൻറ്റിനൊന്നും കാര്യങ്ങൾ തന്നെ. ബട്ട് നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ആൾക്കാർ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്നതാണ്. ഇവിടെ ഈ റൂമിലാണ് അദ്ദേഹം താമസിച്ചത്. ഞാനിത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. ഈ ഫോട്ടോയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ ഫോട്ടോയിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ആൾ, അതായത് ആ ലേഡീനെ കണ്ടോ, അവരാണ് നമ്മുടെ ഹൗസ് ഓണറിൻ്റെ അമ്മ. ജമ്മു കാശ്മീരിലെ പൊളിറ്റിക്സിൽ ഒരു കാലത്ത് നല്ല പവർ ഉണ്ടായിരുന്ന ഫാമിലി ആയിരുന്നു ഇവരുടെ. പിന്നീട് കുറേ പ്രശ്നങ്ങളുണ്ടായെന്നൊക്കെയാണ് എനിക്ക് അവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. പിന്നെ അവരോട് പറഞ്ഞു ഫോട്ടോസൊന്നും എടുക്കേണ്ടെന്ന് പറഞ്ഞു. എനിവേ, ഇവിടെ കുറേ ബുക്സ് ഇരിപ്പുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഇക്കിഗായിയുടെ ഒരു കോപ്പി ഇരിപ്പുണ്ട്. പക്ഷേ എൻ്റെ ഇരിക്കുന്ന എഡീഷൻ എന്ന് പറഞ്ഞാലും ഇതിന് 12 യൂറോ ആണ് എൻ്റെ ഇതിന് വരുന്നത്. ലേക്കിൻ ആ ബുക്കിനെന്ന് പറയുന്നത് ഇച്ചിരി കട്ടി കുറവാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, പുറംചട്ടയ്ക്കൊക്കെ. ഇപ്പം നമ്മൾ വെളിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇനിയും നേരെ ശങ്കരാചാര്യ മന്ദിറിലേക്ക്, ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പം ടെമ്പിൾ വെച്ച് അങ്ങനെ ഇദ്ദേഹമാണ് മിസ്റ്റർ ഉദയ്പൂർ സിംഗ്, ഹരിയാനക്കാരനാണ് അദ്ദേഹം. ഞാൻ ഭയങ്കര ഒരു വൈബ് ഭയങ്കര ബോളിവുഡ് മ്യൂസിക് കാണാം. സഞ്ജയത്തിൻ്റെ പാട്ടൊക്കെ വെച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ. നമുക്കറിയാം ബോളിവുഡ് ആക്ടേഴ്സിനൊക്കെ അറിയാം. ഇതാണ് ഞാനിപ്പം പരമാവധി കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിറച്ച് മഴ, ഡോർ തുറക്കാൻ പറ്റത്തില്ല. കശ്മീരിലെ ഒരു റിവറാണ്, പ്രശസ്തമായെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഒരു ജിലും എന്ന് പറയുന്നൊരു നദിയാണ്. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു നദിയാണ്. ചെറിയൊരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ സ്കൂളിൻ്റെയൊക്കെ ഓരോ തിരക്കുകളാണ്. രാവിലെ സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ശിക്കാരവളത്തിനും കുറേ കുട്ടികൾ
മനുഷ്യന്മാരിങ്ങനെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നതാണ്. കാരണം ഞാനിപ്പം തുളിപ്പ് ഗാർഡനിൽ പോകുന്നതും ഞാനിപ്പം ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിൽ പോകുന്നതൊക്കെ എല്ലാം നമ്മൾ ഇവിടെ ജമ്മു കാശ്മീരിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുള്ളതുകൊണ്ടാണ്. ജമ്മു കാശ്മീർ മാത്രമല്ല, രാജ്യത്ത് മൊത്തം. ഓക്കെ, ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രശസ്തമായ ലോകത്തിലെ തന്നെ പല സിനിമകളിലൊക്കെ വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പ്രശസ്തമായ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. ചെറിയ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഷിക്കാര വള്ളങ്ങൾ. ഈ ഷിക്കാര വള്ളങ്ങളാണ് ഞാനിപ്പം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ. കാരണം എനിക്ക് ഇത്രയും പകർത്താൻ പറ്റുന്നില്ല ക്യാമറയിലോട്ട്, മനസ്സിലായി? എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ക്യാമറ പകർത്താൻ പറ്റത്തില്ല. അത്ര മനോഹരമായിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ ടൂറിൻ്റെ ലീഡർ, അതായതാണ് ടൂറിൻ്റെ ക്യാപ്റ്റൻ ഫിജോ ചേട്ടൻ. ഫിജോ ചേട്ടൻ നമുക്കറിയാവുന്നതാണ്, തിരുവല്ലക്കാരനാണ്, നമുക്കറിയാവുന്ന സ്വന്തം ആളാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ മൊത്തം കോടയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ശ്രീനഗറിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ പല ഘട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഗംഗാനദി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയും പല ഘട്ടുകളുണ്ട്. ഇവിടെ കുറേ ഏകദേശം 13 ഘട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇപ്പം ഷിക്കാര കയറുന്നില്ല. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ശങ്കരാചാര്യ ഹോസ്പിറ്റൽ തകർത്ത് അനുഭവിച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് നല്ല കമ്പനി അത്യാവശ്യം നല്ല പഴക്കമുള്ള ടെമ്പിൾ തന്നെയാണ്. അപ്പം ഇവിടെ ഇറങ്ങി ഇനി ഒരു ഓട്ടോ പിടിക്കാൻ രക്ഷയുള്ളൂ, അങ്ങോട്ട് വണ്ടി പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ കവാടത്തിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ മണിയൊക്കെ മുഴക്കിക്കൊണ്ട് ഞാൻ ഊർജ്ജസ്വലനായിട്ട് തന്നെ കയറുകയാണ്. ഇനിയും കുറേ ദൂരം നടക്കാറുണ്ട്. കുറേ ദൂരം എന്നല്ല, ഏകദേശം ഒരു 1.4 കിലോമീറ്റർ അടുത്ത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നടക്കണം. അത് പക്ഷേ ശബരിമല കയറുന്ന നമുക്ക് അത്ര വലിയൊരു കാര്യമൊന്നുമില്ല. അത് എല്ലാവരും ഇവിടെ വളരെ നല്ല ഹർ ഹർ മഹാദേവും ഓം നമഃ ശിവായം, വളരെ ഒരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല രസമാണ്. നമുക്കതുകൊണ്ടൊന്നും ടെൻഷൻ അറിയത്തില്ല. ഇതാണ് ടെമ്പിളിൻ്റെ മെയിൻ കവാടം. ഇനി ഞാനിവിടുത്തെ വോയിസ് ഒന്നും കളയുന്നില്ല, കാരണം വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമാണ്. അതുകൊണ്ട് എനിക്കൊന്നും കളയാൻ തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടെമ്പിളിൻ്റെ, ഞാൻ കയറിയില്ല, ടെമ്പിളിനകത്ത് ഫോൺ അലോഡല്ല. ടെമ്പിളിൻ്റെ മുകളിലൂടെയുള്ള ഡാൽ തടാകം കണ്ടത് ചെറിയ 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 ഉറുപ്പ് പോലെ വളരെ മനോഹരമായിട്ടുള്ള അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഇനി തുളിപ്പ് ഗാർഡനിലേക്കാണ്. തുളിപ്പ് ഗാർഡനിലേക്ക് തുളിപ്പ് ഗാർഡനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഷിക്കാര വള്ളങ്ങളും ഡാൽ തടാകമാണ്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇങ്ങനെ കിടക്കുകയാണ്. എത്ര കണ്ടാലും മതി വരാത്തുള്ളൂ, കടൽ പോലെ ഇങ്ങനെ കിടക്കുക. ഇപ്പോൾ തുളിപ്പ് ഗാർഡനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എൻട്രൻസിലോട്ട് ഇവിടെ മൊത്തം CRPF കണ്ടില്ലേ, ഇതുപോലാണ് നമ്മുടെ ജവാന്മാർ കഷ്ടപ്പെടുന്നത്. ഫുള്ള് CRPF വണ്ടികളാണ് ഇവിടെ എല്ലാം കാണുന്നത്. അങ്ങനെ ഏഷ്യയിലെ തന്നെ അതിസുന്ദരമായ ഗാർഡനിലേക്ക്, ഏറ്റവും വലുതും അതിസുന്ദരമായ ഗാർഡനിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് ഒഫീഷ്യലി. അങ്ങനെ ഇവിടെ നടക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ടോ നമ്മുടെ ഷാറൂഖ് ഖാൻ്റെയും കാജോളിൻ്റെയും പാട്ടാണ് എപ്പോഴും മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. അത് ഞാൻ പാടി മുഷിപ്പിക്കുന്നില്ല. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തുളിപ്പ് ഗാർഡനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തുളിപ്പ് ഗാർഡൻ്റെ മുകളിലെത്തണം. അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ വേണം. ഫസ്റ്റ് നമുക്ക് തുളിപ്പ് ഗാർഡൻ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തുളിപ്പ് ഗാർഡൻ്റെ മനോഹാരിത എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത്. കാരണം അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടമാണ്. ഇപ്പം ഞാൻ ഈ ഫോണിൽ കാണിക്കുന്നതിലുപരി കണ്ണുകൊണ്ട് കാണുമ്പോൾ വേറെ വൈബാണ്. ഇതാണ് തുളിപ്പ് ഗാർഡൻ്റെ ഒരു വലിയ വൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി നടക്കുന്നതാണ്. കണ്ടില്ലേ എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഇവിടെ നിന്ന് ഇപ്പം നേരത്തെ അത്ര ഒരു ക്ലോസപ്പിൽ ഞാനിപ്പോൾ പോവുകയാണ്. കാരണം നേരത്തെ അത്ര ഭയങ്കര ഒരു വൈഡ് വ്യൂ ആയതുകൊണ്ട്
എല്ലാവർക്കും നല്ല പുഷ്പത്തിന് അടുത്ത് കാണാൻ സാധിച്ചില്ല. ഇതൊക്കെയാണ് അടുത്ത് കാണുമ്പോൾ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പൂക്കളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരം. അങ്ങനെ തുളുപ്പിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ ഷിക്കാര വള്ളങ്ങളിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. ഈ ഷിക്കാരയിലോട്ടൊരു യാത്ര. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ ഷിക്കാര വള്ളങ്ങൾ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മളിനി നമ്മുടെ ബാഗ്സ് ലോഡ് ചെയ്ത് അവർ ലോഡ് ചെയ്തോളും. പക്ഷേ നമ്മളിതിൽ കയറി നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട്. ഹൗസ് ബോട്ട് എന്ന് പറയുന്നെങ്കിൽ ഇത് ഇങ്ങനെ നമ്മളോട് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന സാധനമല്ല, ഇങ്ങനെ ഒഴുകി നടക്കുന്ന സാധനമല്ല, അവിടെ നിൽക്കുന്നൊരു സാധനമാണ്. ഇതിൻ്റെ അറിയാൻ സാധിച്ചത് പണ്ട് മുക്കുവന്മാർ ഇതിൽ താമസിച്ചൊരു സ്ഥലമാണ്. അവർ മീൻ പിടിക്കാൻ പോയതിനു ശേഷം ഇങ്ങനത്തെ കാണുന്ന ഈ കണ്ടല്ല ഫ്ലവർ ബോട്ടുകളിൽ താമസിച്ച സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഇതാണ് നമ്മുടെ ബോട്ട് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഓൾറെഡി റിവർ ക്രോസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോയാബായ് ഒരു വളരെ സന്തോഷം. ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി സത്യം പറഞ്ഞ ഒരു വീഡിയോ എടുക്കണം തന്നെ ആലോചിക്കുക. വളരെ സന്തോഷമുള്ളൊരു മനുഷ്യനാണ്. ഇതാണ് നമ്മുടെ ലഗേജും എല്ലാം കാര്യങ്ങളും സേഫായിട്ട് ഇവിടെ എത്തിച്ചത് ഇതിൻ്റെ അകത്തോട്ട്. അങ്ങനെ ബോയാബായി നമുക്ക് നമ്മുടെ ലൂമിലോട്ടെല്ലാം സാധനങ്ങളും, അതായത് നമ്മുടെ ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഒരു ഷിക്കാരയാണ് വന്നിരിക്കുകയാണ്. കാരണം നേരത്തെ ഷിക്കാരയിൽ വന്നെങ്കിൽ അത് ജസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് പർപ്പസിന് മാത്രമേ ഉള്ളായിരുന്നു. ഇനി ഒന്ന് ജസ്റ്റ് ആസ്വദിക്കാൻ, അതായത് ഇവിടുത്തെ മാർക്കറ്റും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടറിയാനാണ് ഇപ്പോൾ ഈ റൈഡിന് ഇറങ്ങിയത്. ഇത് ഏകദേശം 1000 റുപ്പീസ് അടുത്ത് ആവുന്നുള്ളൂ. ഏകദേശം 1 മണിക്കൂർ. വളരെ ലാഭമാണ് എന്നെ സംബന്ധിച്ചോളം. എനിക്ക് തോന്നിയത് ലാഭമായിട്ടാണ് വളരെ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഈ യാത്രയിൽ പല ആൾക്കാരും നമുക്കിങ്ങനെ വരും. അതായത് അവർ ഷിക്കാര വരും, അവരൊരു പ്രൈസ് പറയും, എന്നിട്ട് നമ്മളത് വാങ്ങിക്കാൻ നേരത്തെ അവർ പല പ്രൈസ് പറയും. എന്നിട്ട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഇത് എൻ്റെ അടുത്തോട്ട് വന്നതുകൊണ്ട് മാത്രം ഒന്ന് എൻക്വയറി ചെയ്യുന്നുള്ളൂ. എൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഞങ്ങളുടെ വള്ളത്തിൽ പിടിച്ച് വന്നതാണിത്. ഞാൻ ജസ്റ്റ് എന്നോട് വന്നൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടുത്തെ. അപ്പം ഞാനത് കേട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വള്ളം ഇപ്പം എന്നെ എടുത്ത് കാണിച്ചു. ഇത് കശ്മീർ എന്നൊക്കെ എഴുതിയ ഒരു സാധാ ബോട്ട്. അതിന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1500 രൂപയൊക്കെയാണ്. ആദ്യം 1000 പറഞ്ഞു, പിന്നെ പേയ്മെൻറ്റ് ടൈമിൽ 1500 പറയുന്നു. അങ്ങനെ പല വ്യത്യസ്തമാണ്. കാരണം ക്വാളിറ്റി കുറഞ്ഞതാണ് മിക്ക മെറ്റീരിയൽസ്. ഓക്കെ, എനിവേ എന്താണ്ട് ഒരു ഷിക്കാര പോകുന്നത് കണ്ടില്ലേ. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം പോകുന്നത്. ഇനി ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ CRPFൻ്റെ ഒരു ഹോട്ടലാണ്, ഹോട്ടൽ ലേവാഡ് എന്ന് പറഞ്ഞത്. ഇവരുടെ ഒരു കേന്ദ്രമാണ് ഇത്. കാരണം ഇവർക്കിതിലും ഉണ്ട് കൺട്രോൾ. ഈ ഷിക്കാരാസ് ഇപ്പം 7000 അടുത്ത് ഷിക്കാരാസ് ഉണ്ട് ഇവിടെ. ആ ഷിക്കാരാസിൽ ഇവർക്ക് കൺട്രോളുണ്ട്, അവരുടെ ആൾക്കാരുണ്ട് ഇവിടെ എല്ലാം. ആർമി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രോളം പ്രൗഡായിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് ഈ ജമ്മു കാശ്മീർ വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ബായ് നമ്മളെ ഇപ്പം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് സ്ട്രീറ്റാണ്. ആക്ച്വലി ജമ്മുവിലെ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ കുറേ ഉഡായിപ്പ് സാധനം എന്നല്ലാതെ വലിയ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒന്നുമില്ല. പൊതുവെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും വന്നിപ്പോൾ അത് ഞങ്ങളുടെ ഇവിടെ ആകെ വന്നൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറേ ഇവിടെ കശ്മീരിൻ്റെ തനതായ ഡ്രസ്സ് ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് പൈസ ചെറിയ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി മാത്രമേ ഇവിടെ ഒരു പ്രോഫിറ്റബിളായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ കണ്ടല്ലേ ഷിക്കാരത്ത് വളരെ മനോഹരമായിട്ട് അത് നല്ലൊരു ബിസിനസ്സാണ്. ബാക്കി ബിസിനസ്സൊന്നും സ്ട്രീറ്റുകളൊന്നും ഇവിടുത്തെ വാട്ടർ സിസ്റ്റം അത്ര ക്ലച്ച് പിടിച്ചിട്ടില്ല. ഒരു വെനീസ് പോലെ, നമ്മുടെ ഒരു ചെറിയ വെനീസ് പോലെ ഈ നഗരമൊക്കെ ഇതൊക്കെ എന്തെങ്കിലും മാറുമായിരിക്കാം. ഇത് വലിയ കണ്ടല്ലേ. ഇതുകൊണ്ട് ഇങ്ങനെ ഇതൊരു സാരിക്കട, ഇങ്ങനെ കുറേ കടകളാണ് ഇവിടെ എല്ലാം. ഇങ്ങനെ നമ്മൾ തുഴഞ്ഞ് എവിടെ വേണമെങ്കിലും നിർത്താൻ അവർ പറഞ്ഞാൽ അവിടെ നിർത്തി. ഇവർക്ക് തന്നെ നല്ലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്, അന്തർധാരയുണ്ട്. അതായത് ഇവർ നല്ല ഫ്രണ്ട്സാണ്, ഈ കട ഉടമസ്ഥരും ഈ തുഴയുന്ന ആൾ. ഇവർ പല തരത്തിലെ കൊണ്ട് നിർത്തി കമ്മീഷനും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അതായത് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമ്മുടെ വീടിൻ്റെ, അല്ലാതെ ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കണ്ടല്ലേ. ഇവിടുന്ന് രാവിലെ എണ്ണീച്ച് കഴിഞ്ഞാൽ ഷിക്കാരാസ് കാണാമെന്നൊക്കെ പറയുന്ന പോലെ. വിഷുവിന് കണി കണ്ടില്ല, വിഷുവിന് തന്നെ നല്ലൊരു കണി തന്നെയാണ് ഇതൊക്കെ ഈ ടൈമിൽ. ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെള്ളത്തിലോട് ഇങ്ങനെ തട്ടിക്കിടക്കുന്നല്ലാതെ ഇതിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ബട്ട് ഇത് ആക്ച്വലി ഇതെങ്ങനെ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ താഴെ ഉറച്ചു വെച്ചിരിക്കുക. അതായത് അനങ്ങത്തില്ല. താഴെ വുഡൻ പില്ലേഴ്സ് ഉണ്ട് ഇതിൻ്റെ, അതിലാണ് ഇത് നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട്. ഇത് വളരെ പഴക്കം ചെന്നതാണ് ഇത്. അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് അനങ്ങത്തില്ല, പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല തടി നല്ലോണം ഒന്ന് ചവിട്ടിയാൽ ചിലപ്പോൾ ഇളകാം, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഏകദേശം ഷിക്കാര റൈഡ് കഴിഞ്ഞ് ഇതാണ് ഇന്ത്യയിൽ കേട്ടോ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ. തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് ഡൈനിങ് ടേബിളാണ്. ഇവിടെ ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിനി ഇവിടെ നേരത്തെ കാണിച്ച ഓണറിൻ്റെ ഒരു കിടുക്കം പടം കാണിക്കാം. പുള്ളിക്ക് കൊണ്ട് കുറേ ആടൊക്കെ ഉണ്ട്, അത് കണ്ടില്ലേ. ചെമ്മരിയാടിൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ. പിന്നീട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ